അവർ 40-46 വർഷമായിട്ട് ഈ സിനിമയിൽ അവർ ഒരു പോയിന്റിൽ നിന്ന് അവർ ഒരു സ്ഥാനത്തേക്ക് കയറി, പിന്നെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതന്നെ കാരണം അവരത്രയും ഡെഡിക്കേറ്റഡാണ് അവരുടെ വർക്കിനോട്. അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, അവർ അഭിനയിക്കുന്ന രീതികൾ, ലൈക്ക് വളരെയധികം കമ്പാരിസൺ നടക്കുന്നുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ, മമ്മൂക്ക അങ്ങനെ, ലാലേട്ടൻ ഡാൻസ് കളിക്കും, മമ്മൂക്ക ഡാൻസ് കളിക്കില്ല. ഈ ശാന്തമയ രാത്രിയിൽ നിന്ന് മമ്മൂക്ക കളിക്കുന്നതിനൊരു രസമുണ്ട്, അതിനൊരു രസം വേറെ തന്നെ ഉണ്ട്. കാരണം ലൈക്ക് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനും പറ്റൂല. കാരണം രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്, രണ്ട് ഭീകര ആക്ടേഴ്സാണ്, ഭയങ്കര നടന്മാർ അല്ലെങ്കിൽ ആക്ടർ എന്ന് തെറ്റാണ്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല, ഇതിൻ്റെ തുടക്കം പോലും എത്തിയില്ല, 2 പടി പോലും കയറിയിട്ടില്ല. ഇവിടെ ഇരുന്ന് ഇവരെ കമ്പയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരൊന്നും എന്താണ് അവരെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് നമുക്ക് ഇപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലും ഇവരെ പേര് വെച്ചിട്ട് തന്നെയല്ലേ നമ്മളിപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ മറ്റുള്ള ടെക്നീഷ്യൻസിനെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പറയുമ്പോൾ ഓരോരോ നിങ്ങൾ ഇവർ രണ്ടുപേരോട് വർക്ക് ചെയ്താണോ? യെസ്. അല്ല കമാൻ ലൈക്ക് നമുക്ക് അഹങ്കരിക്കാൻ അങ്ങനെ ഉണ്ടാവും, നമ്മൾ അഹങ്കരിക്കുക പിന്നല്ലേ ചെയ്തിട്ടല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെങ്ങനെ മെഷർ ചെയ്യണം. ഈ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് മോഹൻലാൽ, അത് തന്നെയാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അങ്ങനെ മോഹൻലാൽ എവിടെയും വരുന്നില്ല. അതിന് ഇൻ ബിറ്റ്വീൻ അങ്ങനെ ഒരാൾ അവിടെ വരുന്നേ ഇല്ല. ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ അങ്ങനെ ഒരാൾ വരുന്നില്ല. ആ കഥാപാത്രം അവിടെ വരുള്ളൂ. ഇത് തന്നെയാണ് അപ്പുറത്തും. നമുക്ക് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ 1 ഒരു ഷോട്ട് എടുക്കുമ്പോൾ കാറിൽ റിഗ് ചെയ്തിട്ട് ഞങ്ങൾ ഹൈവേയിൽ ഷോട്ട് എടുക്കുമ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഫോക്കസ് പുള്ളർ വണ്ടിയിലുണ്ട്. അപ്പം ഞാൻ വണ്ടി എടുക്കട്ടെ, എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു, ഞാൻ ആക്ഷൻ വിളിച്ചു. നമുക്ക് ഡയലോഗ് പറയുന്നുണ്ട്, അതായത് നിമിഷ പോയി, അതായത് മമ്മൂക്കയുടെ പെങ്ങൾ പോയി കഴിഞ്ഞിട്ട് പുള്ളി ഒരു സെൻറ്റിമെൻ്റൽ അവളെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഓടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ മിററിൽ ഇങ്ങനെ നോക്കി അവന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി എടുക്കണമെന്ന് ചോദിച്ചു. അയ്യല്ല ഡയറക്ടർ ഈ ഒരു മനസ്സോ ഒന്നും കൂടി എടുക്കാം, നമുക്ക് ഒരു സേഫർ സൈഡ് ഒന്നും കൂടി, കാരണം സേഫർ സൈഡ് ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഒന്നുകൂടി നമ്മളെടുത്തു. ഞാൻ നേരെ കാർ അവിടെ കൊണ്ടുവച്ച് ഡയറക്ടർ വന്നു, സന്തോഷ് വിശ്വനാഥാണ്. പുള്ളി അത് മോണിറ്ററിൽ കണ്ടു, 2 ഓക്കെയാണല്ലോ എന്നാണ്. എന്താ 2 എടുത്ത് എന്താ പറ്റിയിരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സേഫർ സൈഡിന് ഒന്നുകൂടി ഒരു ടേക്കും കൂടി പോയേക്കാന്നാണ്. കാരണം ഞങ്ങൾ ആ ഹൈവേയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടേക്ക് പോയി, ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ടേക്ക് എടുത്തു. അതിൻ്റെ ഇടയിൽ പുള്ളി ഒരു ചെറിയ ഗദ്ഗതം വന്നിട്ടുണ്ട്, പുള്ളിക്ക് ചെറിയൊരു കണ്ണ് നിറച്ചിൽ വന്നിട്ടുണ്ട് ഈ ചെറിയൊരു ഗ്യാപ്പിൻ്റെ അകത്ത്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ നമുക്കൊരു ഗദ്ഗതം വന്നോട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് അവർ